എല്ലാവർക്കും നിഷ രജി വ്ളോഗ്സിലോട്ട് സ്വാഗതം. ഇതിപ്പോൾ നിങ്ങളിങ്ങനെ പോണ കാണുമ്പോൾ ഞങ്ങളെവിടെ ട്രിപ്പ് പോകണമെന്ന് വിചാരിക്കരുത്. ഞങ്ങളെ ഗൾഫിൽ പോകണം അവനാക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. ഒരു വണ്ടി ആൾക്കാരുണ്ട്, എല്ലാവരും കൂടിയാണ് പോകുന്നത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും അതിനനുസരിച്ച് സങ്കടവും ഉണ്ട്. കാരണം ആരും അങ്ങനെ പോയിട്ടില്ല. പിന്നെ ഇവനാണെങ്കിൽ അത്യാവശ്യം വീടുമായിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണ്. നമുക്ക് എന്ത് കാര്യത്തിനും ഓടി വരുന്ന ഒരാങ്ങള ദേ പോകുന്നു. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞാനുണ്ട്, രേശേട്ടനുണ്ട്, അമ്മുണ്ട്, ആര്യയുണ്ട്, മണിയുണ്ട്, പിന്നെ അപ്പുൻ്റെ മാമൻ മാമനും മാമൻ്റെ മോളാണിത് ഫോട്ടോ എടുക്കുന്നത്. മാമൻ ഇവർ വേറെ വണ്ടിയിലായിരുന്നു, അപ്പുവൊക്കെ വേറെ വണ്ടിയിലായിരുന്നു. അപ്പു ഉണ്ട്, ആൻറ്റി ഉണ്ട്, ദേ മനു, അപ്പോൾ എല്ലാവരും അവർ വേറെ വണ്ടിയിൽ. ആൻറ്റി മാമനും ആൻറ്റിയുടെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അവർ ട്രാവലറിലല്ലായിരുന്നു, അവർ ആ വണ്ടിയിലായിരുന്നു. അപ്പം അതിൻ്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമത്തിലാണ് ആൾ വരുന്നത്. വീട്ടിൽ നിന്ന് നല്ലൊരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. എല്ലാവർക്കും ഭയങ്കര സങ്കടമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നതും അതുപോലെ തന്നെ വീട് വിട്ട് നിൽക്കാത്ത ഒരാളായതുകൊണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഓടിയെത്തുന്നത്. ഇപ്പം അബിക്ക് വയ്യാതെ വന്നപ്പോഴൊക്കെ ആണെങ്കിലും ഓടിയൊക്കെ വരുവും. അപ്പോഴെന്നല്ല, ആരുടെ ആവശ്യങ്ങൾക്കും ഓടി വരുന്ന ഒരാളാണ്. എന്നാലും നമുക്ക് സന്തോഷം, അവൻ നല്ലൊരു ഇതിലോട്ട് പോവല്ലേ. നല്ലൊരു ജോലി, അത്യാവശ്യം നല്ല സാലറിയൊക്കെ ഉള്ള നല്ലൊരു ജോലിയാണ്. ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് മുമ്പും ഞാൻ അവനെ വിളിച്ചു. അപ്പോൾ അവൻ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊരു സെൽഫി എടുക്കൽ ഞാൻ ഇടിച്ച് കയറി എടുത്തതാണ്. എല്ലാവരും കൂടി സെൽഫിയൊക്കെ ഒരുപാട് എടുത്ത്, അതും ഒരു സന്തോഷം. ഞങ്ങൾ നേരത്തെ വന്നേ, അവിടെ കുറേ സമയം വന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആൾക്ക് 1 മണിക്ക് കയറിയാൽ മതിയായിരുന്നു. ഞങ്ങൾ 10 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറച്ച് നേരത്തെ വന്നു. ലേറ്റ് ആവണ്ടല്ലോ, ബ്ലോക്കൊന്നും ഉണ്ടായില്ല, എന്നാലും ലേറ്റ് ആവണ്ടല്ലോ എന്നോർത്ത് നേരത്തെ വന്നു. അത് കാരണം കുറേ ടൈം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും പിള്ളേരൊക്കെ ആണെങ്കിലും ലച്ചുമോളൊക്കെ ഉറങ്ങിയതായിരുന്നു. അവളൊക്കെ ഉറക്കം എണീറ്റ്. അച്ചു കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയി. അവൻ പോകാറായപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയി. ഇനിയിപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കുമ്പോൾ പുള്ളിക്ക് വിഷമം, മതി എന്നെ വീഡിയോ ഒക്കെ എടുത്ത് സങ്കടപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞു. കുറേ ആൾക്കാരുണ്ട്. ആൻറ്റിയുടെ അമ്മയും അവൻ്റെ മാമൻ്റെ വൈഫും ഒക്കെയാണേ. അപ്പം എല്ലാവരോടും യാത്ര വീണ്ടും പറയുവാണ് ആൾ. വീട്ടിൽ നിന്നൊന്ന് പറഞ്ഞ് സങ്കടമൊക്കെ പെട്ട് വന്ന് ചിരിച്ച് നിൽക്കെങ്കിലും ആ ഭയങ്കര വിഷമമാണ്. കണ്ണൊക്കെ കരഞ്ഞിറങ്ങിയ വന്ന്, കണ്ണൊക്കെ ആകെ ഇതായിട്ടിരിക്കണേണ്. ആദ്യമായിട്ട് പോകുന്നതുകൊണ്ടും ഇനി കുറച്ച് കഴിയുമ്പോൾ ഇനി ചിലപ്പോൾ പോയി വരുമ്പോൾ അവന് അത്ര വിഷമം വരില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ആളങ്ങനെ പോണത്. വീട്ടിൽ നിന്നും മാറി അങ്ങനെ എങ്ങും നിന്നിട്ടില്ല. ഒരു വീടുകളിലും പോയി മാറി നിൽക്കുന്ന പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയും മാറി നിന്നിട്ടില്ല. മാമനാണ് നിൽക്കണ, സ്പെക്സ് വെച്ച്. മാമന് ഭയങ്കര സങ്കടമാണ്. മാമൻ്റെ എന്താ പറയുക, എന്ത് കാര്യത്തിലും ഓടി പുള്ളിയാണ് എവിടെയും കൊണ്ടടക്കണതും പിടിക്കണതൊക്കെ. അതുകൊണ്ട് മാമനും ഭയങ്കര സങ്കടമാണ്. പിന്നെ കൂടെ ഫ്രണ്ട്സൊക്കെ അവരുടെ കൂടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പുള്ളിക്ക് ഒറ്റയ്ക്ക് പോണതിൻ്റെ ഒരു ഫീലൊന്നും കിട്ടിയില്ല. അവരൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു വിഷമം ഉണ്ടായില്ല. പിന്നെന്താ പറയുക, ഇങ്ങനെ ഒരു പോക്ക് ഇങ്ങനെ പോണ കാണുമ്പോൾ സന്തോഷമാണെങ്കിൽ ഒരു ചെറിയ കുഞ്ഞു സങ്കടവും. എന്തായാലും ആൾ നല്ല രീതിയിലൊക്കെ ആയിട്ട് വരട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. കുറേ കഴിഞ്ഞ് അവൻ കയറി പോയിട്ടും പിന്നെയും കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു അവിടെ. അങ്ങോട്ട് മാറുന്നത് വരെ കുറേ സമയം. പിന്നെ നമുക്ക് അവനെ കാണാൻ പറ്റത്തില്ല, എന്നാലും കുറേ നേരം പറയുന്നവരെ നോക്കി. ലാസ്റ്റ് ആ സൈഡിൽ ഞാൻ നിൽക്കുന്നുണ്ട്, എനിക്ക് ടാറ്റയൊക്കെ തന്നിട്ട് ആൾ പോകുന്നത്. പക്ഷേ മുഖത്തോട്ട് നോക്കിയിട്ട് ഭയങ്കര സങ്കടം. നമ്മൾ കുറേ അധികം സമയം അവിടെ പെട്ടെന്ന് വിട്ടിട്ട് പോരായിരുന്നു, അത്രയും ഫീൽ ചെയ്യില്ല. അത് അവിടെ നിന്ന് കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് വണ്ടിയിലേക്ക് അങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ വണ്ടി കയറി പോകുന്നിരുന്നേ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവൻ പോകാൻ വേണ്ടി കുറച്ച് നേരം അവിടെ നിന്നു. കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. പിന്നെ പുള്ളി നോക്കിയില്ല.